ഹായ് വെൽക്കം ബാക്ക് ടു ടേൺ ടു ലേൺ NMMS. ടേൺ ടു ലേൺ NMMSൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ NMMS പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ടേൺ ടു ലേൺ NMMSൻ്റെ ക്ലാസ്സുകളാണ്. ടേൺ ടു ലേൺ NMMSൻ്റെ മാറ്റ് മെൻ്റൽ എബിലിറ്റി ടെസ്റ്റിലെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് കോഡിങ് ആൻഡ് ഡീകോഡിങ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് 5 ക്വസ്റ്റ്യൻ വരെ ചോദിക്കുന്ന ഒരു ഏരിയയാണ് കോഡിങ് ആൻഡ് ഡീകോഡിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ, മാറ്റിൻ്റെ ഈ ക്ലാസ് വീഡിയോയിൽ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിൽ സ്ക്രീനിൽ കാണാം മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് കോഡിങ് ആൻഡ് ഡീകോഡിങ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. 4-5 ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യുന്നു. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോംവർക്കായിട്ട് ഇട്ട് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. NMMSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കറിയാം ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു സൈഡിൽ അവൈലബിൾ ആണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും, അത് മാറ്റിൽ മാത്രമല്ല സാറ്റിലും അവൈലബിൾ ആണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഡയറക്ഷൻ ആദ്യം ഏതൊരു ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോഴും, ഏതൊരു മെൻ്റൽ എബിലിറ്റിയുടെ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്തും ഡയറക്ഷൻസ് പൂർണ്ണമായിട്ടും വായിക്കണം. എന്നിട്ട് മാത്രമേ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതിൽ ഡയറക്ഷൻ in the following question each word is represented by numerals using same code. Find the word denoted by the group of numeral. ഓക്കെ, താഴെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങളിൽ വാക്കുകൾ സംഖ്യകൾ ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു. അതേ കോഡിംഗ് രീതി ഉപയോഗിച്ച് സംഖ്യകൾക്ക് അനുപാതികമായിട്ടുള്ള വാക്കുകൾ കണ്ടെത്തുക എന്നാണ് ചോദ്യം തന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, if 7645,321 denotes reading, what would 762567? 7645,321 എന്ന സംഖ്യ സൂചിപ്പിക്കുന്നത് റീഡിംഗ് എന്നതാണെങ്കിൽ 762567 എന്താണ് സൂചിപ്പിക്കുന്നത്? ഈ തരത്തിലാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നത്, ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് തന്നിട്ടുള്ള സംഖ്യ അതുപോലെ തന്നെ ഹിൻസ് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാം. ആദ്യം തന്നിട്ടുള്ളത് 76 45 321 പറഞ്ഞിട്ടുള്ളത്. അതിനെ റീഡിംഗ് എന്നാണ് കോഡ് ചെയ്തിട്ടുള്ളത്. അത് നേരെ താഴെ ആ നമ്പറുകൾക്ക് താഴെ തന്നെ റീഡിംഗ് എന്ന് എന്ത് ചെയ്യാം, ഓക്കെ, റീഡിംഗ് എന്നുള്ളത്. ദെൻ നമുക്ക് ഇനി വേണ്ടത് ഏതാണ്, ഏതിൻ്റെ കോഡിംഗ് ആണ് വേണ്ടത്? 76 25 67 വേണ്ടത്. ഇതാണല്ലോ വേണ്ടത്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം 7 എന്നുള്ളതിനെ ലെറ്റർ കൊണ്ട് സൂചിപ്പിച്ചിട്ടുള്ളത് 6 എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ 2 7 വരുന്നുണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ കണ്ടെത്തേണ്ടതായിട്ടുള്ള ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അവസാനം ആദ്യം 6 ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് 7 ഡിനോട്ട് ചെയ്തു. ദെൻ 6നെ നമുക്ക് ഇ ആയിട്ടാണ്, അപ്പോൾ 6 ഇ ആണ്. അപ്പോൾ 6 ഇ എന്നാണ് തുടക്കം. അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഡിയററും ഡ്യൂറിങ്ങും നമുക്ക് ആദ്യം തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. റെൻഡറോ അല്ലെങ്കിൽ റീഡറോ ആണ് ഉത്തരം എന്നുള്ളത്. ദെൻ 2 പിന്നെ നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുള്ള സംഖ്യ. 2 എന്നുള്ളത് n ആണ് സൂചിപ്പിക്കുന്നത്, n ആണ്. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഉത്തരം റെൻഡർ ആണ് എന്നുള്ളത്. അപ്പോൾ എലിമിനേഷൻ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. മെൻ്റൽ എബിലിറ്റി പോലെയുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഓരോന്ന് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് ആൻസറിലേക്ക് എത്തുന്ന രീതിയാണ്. ഇത് വളരെ സിമ്പിളായിട്ട് കണ്ടെത്തുന്നതാണ്. then അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ആദ്യം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റാസ് അതിൽ നിന്ന് ഡീകോഡ് ചെയ്യുക എന്നുള്ളതാണ്. 12 13 45 സിസ്റ്റർ എന്നാണ്, SISTER സിസ്റ്റർ എന്നാണ് അല്ലേ. ദെൻ അടുത്തൊരു ഒന്നും കൂടി തന്നിട്ടുണ്ട് 36 57 89. ഇതിനെ ത്രോങ് എന്നാണ്, ത്രോങ് THRONG. ഓക്കെ, എങ്കിൽ ഏതാണ് കണ്ടത്? 13
57 അല്ലേ, 57 എന്നാണ് നമുക്കറിയാം. 7, 8, 9 എന്നുള്ളത് നമ്മളെ ഒരു ക്വസ്റ്റ്യനിലെ ഹിൻഡിൽ തന്നെ ഉണ്ട്. 7, 8, 9 എന്നുള്ള ONG ആണ്. ONG ആണുള്ളത്. അപ്പോൾ ONG ആണ് ലാസ്റ്റ് ഓപ്ഷൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 ഓപ്ഷനുകളും നമുക്ക് എലിമിനേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ദെൻ 13 ഒന്നിനുള്ളത് എസ് ആണ്. 1 കോഡ് ചെയ്തിട്ടുള്ളത് എസ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാം. 1 എസ് ആണ്. ഓക്കെ, 1 എസ് ആണ്. ഇവിടെയും 1 എസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ എന്തായാലും എന്താണ്, എസ് ആയിരിക്കും. എസ് കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് ONG ആണ് എന്നും നമ്മൾ കണ്ടെത്തി. പിന്നെ കൂടുതൽ കണ്ടെത്താനൊന്നും നിൽക്കേണ്ട. നമുക്ക് ഓപ്ഷൻ 1 സ്ട്രോങ് ആണ് ഓപ്ഷനായിട്ട് വരുന്നത്. എലിമിനേഷൻ മെത്തേഡാണ്. മാറ്റിൽ ഓരോ സെക്കൻഡും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ എപ്പോൾ ആൻസർ കിട്ടുന്ന അവിടെ നിൽക്കുക, ആൻസർ ബബിൾ ചെയ്യുക, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുക എന്നുള്ളതാണ്. ഞാൻ അടുത്ത ചോദ്യം ഇതുപോലെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. മെയിൻ എന്നുള്ളത് MAIN എന്നുള്ളതിനെ 9, 3, 6, 4 കൊടുത്തിട്ടുള്ളത്. ദെൻ ഡിയർ എന്നുള്ളത് DER, ഡിയർ എന്നുള്ളതിനെ ഡിയറിന് എങ്ങനെ കൊടുത്തിട്ടുള്ളത് 8, 5, 3, 2 കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എങ്ങനെയെങ്കിലും മെൻഡേ എന്നുള്ളതിനുള്ള സംഖ്യ ഏതാണ്? അപ്പോൾ നമ്മൾ നോക്കാം. M 9 അപ്പോൾ 9 ഇടുക, 9 ഇട്ടു അല്ലേ, 9 ഇട്ടു. ദെൻ E എന്നുള്ളത് 5 9, 5 ഉത്തരം. 9, 5 ആകുമ്പോൾ ഓപ്ഷനിലേക്ക് പോകാം. 3 ഓപ്ഷനും 9, 5 9, 5 9, 5. ദെൻ N 4 എന്നുള്ളത് നമുക്ക് കണ്ടെത്തിയല്ലോ. 9, 5, 4. അപ്പോൾ ആൻസർ നമുക്ക് വ്യക്തമായി. N എന്നുള്ളത് 4. അപ്പോൾ അങ്ങനെയെങ്കിൽ 9, 5, 4, 8 അതായിരിക്കും ഉത്തരം. ആൻസർ 1 ആണ്. അപ്പോൾ എലിമിനേഷൻ മെത്തേഡാണ്. എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത് നമുക്ക് ബാക്കി കൂടുതൽ സമയം നമുക്ക് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ ലാസ്റ്റ് 2 ചോദ്യം കൂടി. അതിലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരുന്നു. ദെൻ 7, 2, 3, 4, 5, 6, 7. ഓക്കെ, ഇതിനെ എക്ലിപ്സ് അല്ലേ, എക്ലിപ്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. എക്ലിപ്സ് എങ്കിൽ ഏതാണ് ചോദ്യം? 60 ഓക്കെ, ഒന്നുകൂടി കാണിക്കാം. 7, 23, 45, 67 എന്നുള്ളതിനെ എക്ലിപ്സ് ആണ്. എക്ലിപ്സ് എങ്കിൽ 6, 37, 75 ഏതാണ് എന്നാണ് ചോദ്യം എന്നുള്ളത്. 6 നമുക്കറിയാം. 6ന് കൊടുത്തിട്ടുള്ള ലെറ്റർ എസ് ആണ്. അപ്പോൾ എസ്സിൽ തുടങ്ങുന്നതാണ് ആൻസർ. അപ്പോൾ ഇത് 2 നമുക്ക് ഒഴിവാക്കാൻ പറ്റും. എസ്സിൽ തുടങ്ങുന്നതാണ്. ദെൻ L ആണ് 3, L. അപ്പോഴേക്കും ഉത്തരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്ലീപ്പാണ് ആൻസറിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, 7 E ആണ് സ്ലീപ്പ്, 5 P ആണ് സ്ലീപ്പ്. ഇത്തരത്തിൽ സിമ്പിളായിട്ട് ആൻസറിലേക്ക് എത്തും. ദെൻ ലാസ്റ്റ് ഒരു ചോദ്യം, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ചോദ്യം ഇതാണ് വായിക്കുന്നത്. ഇഫ് 1-3-5-7 denote team, 2-4-6-1 denote bout, then what would be 2-4-1-1-4-7? 1-3-5-7 സൂചിപ്പിക്കുന്നത് ടീമെന്നും 2-4-6 എന്ന് സൂചിപ്പിക്കുന്നത് ബൗട്ട് എന്നും എങ്കിൽ 24-11-47 സൂചിപ്പിക്കുന്നത് എന്താണ്? 4 ഓപ്ഷൻ്റെ ബിലീഫ്, ബോട്ടം, സ്ട്രൈഫ് ആൻഡ് സ്ട്രൈക്ക്. അപ്പോൾ നിങ്ങളുടെ ആൻസർ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റിൻ്റെ മെൻ്റൽ എബിലിറ്റിയുടെ പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഗ്രൂപ്പിൽ ടേൺ ടു ലേണിൻ്റെ NMMSൻ്റെ ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യാറുണ്ട്. നിങ്ങൾക്കത് യൂട്ടിലൈസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ടേൺ ടു ലേണിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറായിട്ടുള്ള 9561-654-789 എന്നുള്ള വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങളെ ഗ്രൂപ്പിൽ ജോയിൻ ആക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. പിന്നിൽ കാണുന്നത് പോലെ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. മെൻ്റൽ എബിലിറ്റിയിൽ പെർഫെക്റ്റ് ആവണമെങ്കിൽ പ്രാക്ടീസ് കൂടിയേ തീരൂ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മെൻ്റൽ എബിലിറ്റി സുഖമായിട്ട് നല്ല മാർക്കോട് കൂടി NMMS ക്വാളിഫൈ ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.